നമസ്കാരം, കാർസ് ഗരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മാരുതി സുസുക്കി സെലീറിയുടെ സെക്കൻഡ് ജനറേഷൻ മോഡൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ നമുക്ക് LXi, VXi, ZXi, ZXi പ്ലസ് ഇങ്ങനെ 4 വേരിയൻസാണ് ഇന്നലെ മാരുതി അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റായ VXi, അതിൽ AMT മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ന്യൂ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ജനറേഷൻ സെലീറിയെ മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ ജനറേഷൻ സെലീറിയ വെച്ച് നോക്കുമ്പോൾ അതിലെ ട്രാൻസ്മിഷൻ സെറ്റപ്പ് മാത്രമാണ് പുതിയ ജനറേഷൻ, അതായത് ഈ ഒരു സെലീറിയയിൽ മാരുതി ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയാം. സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സായ ഡുവൽ ജെറ്റ് ടെക്നോളജി, അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ടെക്നോളജി, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റും എന്നിവയെല്ലാം മാരുതി ഈ സെക്കൻഡ് ജനറേഷൻ സെലീറിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഫസ്റ്റ് ജനറേഷൻ സെലീറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ സെക്കൻഡ് ജനറേഷൻ സെലീറിയയിൽ ഒത്തിരി മാറ്റങ്ങളാണ് മാരുതി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ത്രീ സ്കൾപ്റ്റഡ് ഡിസൈൻ എന്നാണ് മാരുതി പുതിയ ജനറേഷൻ സെലീറിയുടെ ഡിസൈനെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഹൈടെക് പ്ലാറ്റ്ഫോമിലുമാണ്. വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ ഒരു ഹാലോജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നു. മാറ്റ് ഫിനിഷിൽ സ്ക്വയർ മെഷ് ഗ്രില്ലോട് കൂടിയിട്ടുള്ള ക്രോം ബെറ്റ് ലൈൻസും അതുപോലെ തന്നെ ക്രോം സുസുക്കി എംബ്ലവും കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഗ്രില്ലെന്ന് പറയുമ്പോൾ നമുക്ക് 2 ഹെഡ്ലാമ്പുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഗ്രില്ല് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡുവൽ കളർ ബമ്പറാണ് ഈ വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ഇൻസൈഡിൽ തന്നെയാണ് ഫോഗ് ലാമ്പിനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത്. അതിന് സെൻട്രലായിട്ട് നമുക്ക് 2 എയർ ഡാംസ് കാണാൻ സാധിക്കും. അപ്പർ എയർ ഡാമിന് മുകളിലായിട്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടോ ഹുക്ക് പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. K10C സീരീസിൽ വരുന്ന 998 cc ഇൻലൈൻ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ഡുവൽ ജെറ്റ് ടെക്നോളജി, അതുപോലെ തന്നെ ഡുവൽ VVT ടെക്നോളജിയും ഇതിൽ വരുന്നു. ഡുവൽ ജെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിൽ 2 ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് വരുന്നു. ഡുവൽ VVT എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമിലായിട്ട് ഇൻലെറ്റിന് ഒരു ക്യാമും അതുപോലെ തന്നെ ഔട്ട്ലെറ്റിന് ഒരു ക്യാമും കൊടുക്കുന്നു. ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 65.7 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 89 ന്യൂട്ടൺ മീറ്ററും ടോർക്കുമാണ്. മുമ്പത്തെ ജനറേഷൻ സെലീറിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.3 ഹോഴ്സ് പവർ അതുപോലെ തന്നെ 1 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനത്തിൻ്റെ പുതിയ ജനറേഷൻ സെലീറിയയിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഏകദേശം 25 കിലോളം വെയിറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ സെലീറിയനേക്കാൾ കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ജനറേഷൻ സെലീറിയോ ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലും ആ ഒരു പവർ ലോസ് നമുക്ക് തോന്നിക്കുകയുമില്ല. വേരിയൻറ്റ് വൈസ് നമുക്ക് മൈലേജിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXi ഓട്ടോമാറ്റിക്കിന് 26.68 km/L ആണ് മാരുതി അവകാശപ്പെടുന്ന മൈലേജ്. ഹുഡിലേക്ക് നോക്കുമ്പോൾ യാതൊരുവിധ ഷീൽഡ് കാര്യങ്ങൾ മാരുതി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും NVH ലെവൽ നമുക്ക് അകത്തിരിക്കുമ്പോൾ NVH ലെവലെല്ലാം ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഫെൻഡറിലായിട്ടാണ്. അതും ഒരു ഹാലജോൺ ടൈപ്പ് ഒരു ഓൾഡ് ഫാഷൻ രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫെൻഡറിലായിട്ട് നമുക്കൊരു വീൽ ആർച്ചിൻ്റെ ഒരു ഡിസൈനും ഒരു ബോഡി ലൈനും നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റീൽ വീൽസോട് കൂടിയിട്ടുള്ള 165/70 ഇഞ്ച് സൈസിലുള്ള വീൽസാണ് ഈ വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വീലുകളിൽ മക്ഫേഴ്സൺ സ്ട്രട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സും റിയർ വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിങ്സുമാണ് നൽകിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ബേസിക് വൈപ്പേഴ്സ് തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എഞ്ചിൻ കൗളാണെങ്കിൽ ഒരു നോർമൽ ഭംഗിയുള്ള ഒരു എഞ്ചിൻ കൗളും അതിൽ തന്നെ വിൻഷീൽഡ് വാഷറും പ്ലേസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ വാഹനത്തിൻ്റെ FM-നുള്ള ആൻറ്റിന പ്ലേസ് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ മുൻവശങ്ങളിലായിട്ടാണ്. അതൊരു ബേസിക് ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് ORVM കൊടുത്തിരിക്കുന്നത് ഒരു ബോഡി കളേർഡ് തന്നെ നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സൈഡ് വിൻഡോ ഏരിയ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പാസഞ്ചേഴ്സിന് വ്യൂ കിട്ടുന്ന രീതി തന്നെയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് നോക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് അതൊരു പഴയ മോഡൽ സെലീറിയ വെച്ച് നോക്കുമ്പോൾ
ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല, ചിലപ്പോൾ പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. വീൽ ആർച്ചുകളിൽ കാണുന്ന ബോഡി ലൈൻസ് അല്ലാതെ മറ്റു ബോഡി ലൈൻസ് നമുക്ക് വാഹനത്തിൻ്റെ സൈഡിൽ പ്രകടമല്ല. ഓക്കെ, നമുക്കിനി വാഹനത്തിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. അകത്ത് കയറുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ പാഡ്സിൽ വരുന്നത് നമുക്ക് ആംബ്രസ്റ്റ് വരുന്ന പോലെ തന്നെ ഡോർ ലിവേഴ്സും ഗ്രാബ് ഹാൻഡിലും അതുപോലെ തന്നെ മാഗസിൻ ഹോൾഡറും സ്പീക്കറിന് ഒരു പ്ലേസും കൊടുത്തിരിക്കുന്നു. മുമ്പത്തെ സെലീറിയെ അപേക്ഷിച്ച് മുമ്പത്തെ സെലീറിൽ നമുക്ക് ബീജ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ജനറേഷൻ നമുക്ക് സെലീറിയിൽ നമുക്ക് ഫുള്ളി ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുക. കാറിൻ്റെ അകത്തേക്ക് കയറി ക്യാബിൻ സ്പേസ് കാര്യങ്ങളെല്ലാം കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഹാർടെക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം നമുക്ക് ഫീൽ ചെയ്യുക. പുതിയൊരു ഡിസൈനിലുള്ള എ സി വെൻസാണ് ഈ വാഹനത്തിന് മാരുതി സുസുക്കി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എ സി വെൻസിന് ചുറ്റുമായിട്ട് ഒരു സിൽവർ ഒരു ഓർണമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡുവൽ എയർ ബാഗ് സെറ്റപ്പാണ് ഈ വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് കോട്ടവർ സൈഡിലും പിന്നെ ഒന്ന് ഡ്രൈവറിൻ്റെ സ്റ്റീരിങ്ങിൻ്റെ സൈഡിലുമായിട്ട് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് സ്റ്റീരിയോ ലഭ്യമല്ല. സ്റ്റീരിയോ നമുക്ക് സെപ്പറേറ്റ് അഡീഷണൽ ചെയ്യേണ്ടി വരും. ആ സ്റ്റീരിയോയുടെ പ്ലേസിന് താഴെയായിട്ട് നമുക്കൊരു കൺട്രോൾസ് വരുന്നുണ്ട്. ഹസാർഡ്, അതുപോലെ തന്നെ ഫ്രണ്ട് 2 പവർ വിൻഡോസിൻ്റെ മാനുവൽ സെൻട്രൽ ലോക്കിൻ്റെ പിന്നെ പവർ വിൻഡോ ലോക്കിൻ്റെയും ഒരു കൺട്രോൾ യൂണിറ്റ്സാണ് കാണുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റീരിയോയുടെ സൈഡിലായിട്ടാണ് സെൻറ്ററിലെ എ സി വെൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു സിൽവർ ആക്സൻസും കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീരിയോ പ്ലേസിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് എ സിയുടെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് സെൻട്രൽ കൺസോളിൽ നമുക്ക് മൊബൈൽ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നു. അതിന് പിന്നിലായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഗിയർ നോബാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് ക്രോം ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് പിന്നിലായിട്ടാണ് നമുക്ക് ബാക്കിലെ ഡോസിന് പവർ വിൻഡോസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് നൽകിയിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതുപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മുൻപത്തെ സെലീറിയെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ IRVMലേക്ക് നോക്കുമ്പോൾ IRVM ഒരു മാനുവൽ ഡിമ്മിങ് ടൈപ്പാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹാലോജൻ ബൾബോട് കൂടിയിട്ടുള്ള ഒരു ക്യാബിൻ ലാംപ്സാണ് ഈ ഒരു VXi വേരിയൻറ്റിൽ നൽകിയിരിക്കുന്നത്. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സൺവൈസേഴ്സ് ആണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. അതിൽ കോ ഡ്രൈവർ സൈഡിൽ മിററും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡറും നൽകിയിരിക്കുന്നു. ഒരു ഡീസൻറ്റ് എമൗണ്ട് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് സീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ടാണെങ്കിലും മുന്നത്തെ സെലീറി വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്ന ഒരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയുള്ള സീറ്റാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റൈൻസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ടൈപ്പാണ് പിന്നിലും അതുപോലെ തന്നെ മുന്നിലും വരുന്നത്. ഓക്കെ, ഇനി നമുക്കിനി പിൻവശത്തേക്കൊന്ന് കയറി നോക്കാം. പിന്നിലെ ഡോറ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ഓപ്പണിംഗ് ഡോഴ്സാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. 90 ഡിഗ്രി അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡോറ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിലാണെങ്കിലും 90 ഡിഗ്രി അല്ലെങ്കിൽ പോലും അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ് വരുന്നത്. റിയർ ഡോർ പാഡ്സിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ആംബ്രസ്റ്റും അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിലും പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു പോക്കറ്റും പിന്നെ സ്പീക്കറിനൊരു പ്ലേസുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഫ്രണ്ടിലെ സീറ്റ് കാണിച്ച പോലെ തന്നെ ബാക്കിലെ സീറ്റിലെ ഹെഡ് റെസ്റ്റൈൻസും ഫിക്സഡ് ടൈപ്പിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ബാക്കിലെ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് ഈ ഒരു VXi വേരിയൻറ്റിലും നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ അകത്ത് ബാക്ക് സീറ്റിൽ നിന്ന് കയറിയിരുന്ന് അതിൻ്റെ ഒരു കംഫർട്ട് കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആ പുതിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മേന്മ നമുക്ക് ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ബാക്കിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടും ഈ ഒരു സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെൻട്രൽ ടണലിന് താരതമ്യേന കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിൽ പോലും നടുക്കിരിക്കുന്ന പാസഞ്ചർക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിൻഡോസ് എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് യാതൊരു വിധത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ വിൻഡോസ് എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിൽ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ സെൻട്രൽ കൺസോളിൽ ഹാൻഡ് ബ്രേക്കിന് പിന്നിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു ഡോർ പാഡ്സിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആകുമായിരുന്നു. 3 പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിലും വീതി കൂടിയ സീറ്റ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നിലെ ഡോറിൽ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തൊരു ബ്ലാക്ക് ഷീൽഡ് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരു ഗ്ലാസ് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിനകത്തൊരു ഷീൽഡ് വെച്ചിരിക്കുന്നത്. 32 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത്. നമ്മൾ ഈ ബാക്കിലെ ട്രങ്ക് ഡോറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സാണ് കാണാൻ സാധിക്കുക. VXi വേരിയൻറ്റിൽ നമുക്ക് ഡീഫോഗർ വൈപ്പർ കാര്യങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഹാലോജൻ ടൈപ്പ് ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പ് നമുക്ക് ഈ ഒരു ട്രങ്ക് ഡോറിൽ തന്നെ കാണാൻ സാധിക്കും. ബൂട്ട് ഡോറിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഡോർ ലിവറും അതിൻ്റെ മുകളിലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോയും കാണാം. നമുക്ക് ടെയിൽ ലാമ്പിനോട് ചേർന്നിട്ട് തന്നെ സെലീറിയുടെ പുതിയൊരു ബാഡ്ജിങ്ങും ഒരു ഹാലോജൻ ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും.
പുതിയ ഡിസൈനിലൊരു ബമ്പറാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് റിഫ്ലക്ടറും അതിനോട് ചേർന്നിട്ട് തന്നെ 2 ഡോട്ട് സെൻസേഴ്സും കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ചെക്ക് ചെയ്യാം. ബൂട്ട് സ്പേസ് വരുമ്പോൾ 313 ലിറ്ററാണ് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് മാരേജ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു മീഡിയം ഒരു ഫാമിലിക്കൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ലഗേജ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പെയർ വീലും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വേരിയൻ്റിലെ ഒരു പാഴ്സൽ ട്രേയും നമുക്ക് ഈ മോഡലിൽ ലഭ്യമാണ്. ഈ വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ബോക്സി ഷേപ്പ്, നമുക്ക് എക്സ്പ്രസോ പോലുള്ള വണ്ടികൾ കാണുന്ന ആ ഒരു ബോക്സി ഷേപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു പുതിയ സെലീറിയയിലും നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പഴയ സെലീറിയ പോലെ തന്നെ കീ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അതായത് നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതിൽ വരുന്നില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഡോർ പാഡിലേക്ക് നോക്കുമ്പോൾ മറ്റു ഡോർ പാഡ്സ് കണ്ടപ്പോൾ തന്നെ ആ ഒരു ഗ്രാബ് ഹോൾഡറും അതുപോലെ തന്നെ ആംറസ്റ്റും മാഗസിൻ ഹോൾഡറും ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും സ്പീക്കർ സ്പേസ് മാത്രം കാണാൻ സാധിക്കുക. ഓക്കെ, നമുക്കിനി വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലൊന്ന് കയറി നോക്കാം. ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ ഒരു പുതിയൊരു മീറ്റർ കൺസോളാണ്. പഴയ സെലീറി വെച്ച് നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ് ഒരു മീറ്റർ കൺസോളാണ് വരുന്നത്. അനലോഗ് പ്ലസ് ഡിജിറ്റൽ കൺസോൾ. ആ ഡിജിറ്റലിൽ നമുക്ക് ന്യൂട്രൽ, അത് ഗിയറിൻ്റെ പൊസിഷൻ, ടാക്കോമീറ്റർ, അതുപോലെ തന്നെ ടൈം കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള 3 സ്പോക്ക് ഫിക്സഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് എയർ ബാഗും ഹോണും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് AC വെൻറ്റിന് താഴെയായിട്ട് നമുക്ക് ORVMൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ലെവലിംഗ് ഒരു റോട്ടറി സ്വിച്ചും കാണാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വാഹനം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു ഡെഡ് പെഡലിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ വാഹനത്തിൽ തോന്നിയ 1-2 പോരായ്മകൾ ഞാൻ പറയാം. മെയിനായിട്ടും നമുക്ക് ആ ഒരു AC വെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ AC വെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇതിനു മുമ്പത്തെ ഇപ്പോഴത്തെ വാഗണർ ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും, അറിയാൻ സാധിക്കും. അത് നമുക്ക് കൈ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ ആ AC എന്നുള്ള ഗ്യാസ് അടിച്ച് നമ്മുടെ കൈ മരവിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ആ ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് വെച്ചിരിക്കുന്ന ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ഈ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അല്ല, 3 സിലിണ്ടറാണല്ലോ. 3 സിലിണ്ടറും ആൾക്കാർക്കൊരു പേടിയുണ്ടാവും, ചിലപ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളുണ്ടാവുമോ, ഇങ്ങനെ സൗണ്ട് കാര്യങ്ങളുണ്ടാവുമോ, അതിൽ ക്യാബിലേക്ക് സൗണ്ട് കയറി വരുമോ എന്നുള്ള പല ധാരണകളുണ്ടാവാം. ഞാൻ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് യാതൊരു വൈബ്രേഷൻ കാര്യങ്ങളില്ല. ആ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു കുലുക്കും, അത് 3 സിലിണ്ടറും എന്തായാലും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ അത് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഹനം റേസ് ചെയ്താൽ പോലും അകത്തേക്ക് അതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ഫീലും നമുക്ക് വരുന്നില്ല. പിന്നെ 3 സിലിണ്ടർ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ചെറിയൊരു സൗണ്ട് കാര്യങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി വരും. അതിപ്പോൾ ഏതൊരു മാനുഫാക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു മോഡലാണെങ്കിൽ പോലും ആ ഒരു സൗണ്ട് എന്തായാലും ഉള്ളിലേക്ക് കയറി വരും. ഇപ്പോൾ മാക്സിമം NVH ലെവൽ കാര്യങ്ങളെല്ലാം മാരുതി ബെറ്ററാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ AC-യുടെ കൂളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വാഹനം ശരിക്കും പറഞ്ഞ് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു പുരിവെയിലത്താണ് വണ്ടി കിടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ അതിൻ്റെ ഉള്ളിൽ, അതായത് ക്യാബിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂളായി തുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്യാവശ്യം അത്രമാത്രം നല്ലൊരു AC ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു AC വെൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ വാഹനം ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ്, അതുപോലെ തന്നെ ഡെയിലി യൂസിന്, അതായത് സിറ്റിയിൽ യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ട ഒരു വാഹനം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കാർ, അല്ലെങ്കിൽ ഒരു മീഡിയം ഫാമിലിയുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ഫസ്റ്റ് കാർ, അത്തരം ഒരു കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് അത്യാവശ്യം നല്ലൊരു വീതിയും അതുപോലെ തന്നെ നല്ലൊരു ക്യാബിൻ സ്പേസ്. പഴയ വാഹനം വെച്ച് നോക്കുമ്പോൾ വീതിയും അതുപോലെ തന്നെ വീൽ ബേസും കൂടുതലാണ് പുതിയ ജനറേഷൻ സെലീറിയയിൽ. മാത്രവുമല്ല പുതിയൊരു എഞ്ചിൻ കൂടി ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന K10B എന്നൊരു എഞ്ചിനായിരുന്നില്ല, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന K10C എന്ന സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മികവ് കാര്യങ്ങൾ പെർഫോമൻസിലും മൈലേജിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻ സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും അതുപോലെ തന്നെ ക്യാബിൻ സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതിന് മെയിനായിട്ടും കാരണമായത് ഈ പറഞ്ഞ പോലെ പുതിയൊരു പ്ലാറ്റ്ഫോം, ഹാർടെക്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് അതിന് ശരിക്കും സഹായകമായിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന VXA ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറും കൊച്ചിൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 6,13,000 ഈ വാഹനത്തിന് വരുന്നത്.
ഈ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് തോന്നും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വാഹനത്തിൽ വരുന്ന പുതിയ ടെക്നോളജി കാര്യങ്ങളും, അതുപോലെ തന്നെ സെഗ്മെൻറ്റ് ഫസ്റ്റ്, ഹിൽ ഹോൾഡ്, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ എഞ്ചിനിൽ വരുന്ന ഡുവൽ ജെറ്റ് ടെക്നോളജി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഫോർ മണി ഒരു വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണ് ഈ സെലീറിയോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് റിവ്യൂ ആയിട്ട് ഇനി വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.